ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 1 kg പ്ലം കേക്കിൻ്റെ വീഡിയോ കണ്ടാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മളുടെ ബേക്കിംഗ് ട്രേ ആണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു കാരമൽ സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് സ്പാച്ചിൽ വെച്ച് നല്ലപോലെ ഇളക്കി നല്ലതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഒന്ന് ഡാർക്ക് കളറായി ഒന്ന് പതഞ്ഞ് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഈ ടൈമിൽ പഞ്ചസാര മെൽറ്റാവാൻ വെച്ച സമയത്ത് തന്നെ നമ്മൾ വെള്ളവും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടാക്കിയ വെള്ളം അത് നമ്മളിതിലിട്ട് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുക്കില്ല, അപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ മുഖത്തൊക്കെ തെറിക്കും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് ആഡ് ചെയ്ത് നല്ലതുപോലെ രണ്ടും കൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അടുത്തത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അരിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ മസാല, ഇത് മൂന്നും ഇട്ട് നല്ലതുപോലെ 3 തവണ അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് മൈദയിൽ കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് സോക്ക് ചെയ്ത ഫ്രൂട്ട്സും 1/4 കപ്പ് നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ നമ്മൾ അരിച്ചെടുത്തതിനകത്തുനിന്ന് അല്ലാതെ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അങ്ങനെ 3 മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1-2 ഡ്രോപ്സ് റിച്ച് പ്ലം എസൻസ് കൂടെ ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതുപോലെ ബീറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കുക. ഒരു വൈറ്റിഷ് കളർ ആവുന്നവരെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് മൈദ ഇട്ട് കോട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഈവനായിട്ട് എല്ലാ സൈഡിലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ബീറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ സ്പീഡൊന്ന് ലോ സ്പീഡിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാരമലും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ലോ സ്പീഡിൽ ഒരു 30 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ സോക്ക് ചെയ്തേക്കുന്ന നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അതെല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ച് ഒന്നും കൂടെ ഒന്ന് കട്ട് ആൻഡ് ഫോൾട്ട് മെത്തേഡിൽ നമ്മൾ ഈ മൈദയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ലോ സ്പീഡിലേ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കട്ട് ആൻഡ് ഫോൾട്ടിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് രണ്ടും കൂടെ ബാറ്റർ നമുക്ക് 2 ട്രേയിലായിട്ട് മാറ്റണം. അപ്പം നമ്മൾ 2 ട്രേയിലായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് വരഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 1 അവറാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ കേക്കിൻ്റെ സ്ട്രക്ചർ. അപ്പം നല്ലതുപോലെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ.